ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. +1 വിദ്യാർത്ഥികളോടാണ് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില അപ്ഡേറ്റുകൾ, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, നിങ്ങൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ക്ലാസ് ഗ്രൂപ്പ്സിലേക്കും ഷെയർ കൂടി ചെയ്യുക. ഞാനിത് പറയുന്നത് +1 വിദ്യാർത്ഥികളെ കുറിച്ച് മാത്രമാണ്. 2026 ഇപ്പോൾ +1ന്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന അടുത്ത അധ്യയന വർഷത്തിൽ ഇപ്പോഴത്തെ +2ലേക്ക് പഠിക്കാൻ പോകുന്ന നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഈ ടെക്സ്റ്റ് ബുക്ക് മാറുന്നു, അതൊക്കെയുള്ള ആശങ്കകളെല്ലാം മാറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടത്തിയിരിക്കുന്ന എക്സാംസ് ചിലർക്ക് എളുപ്പമായിരുന്നു, ചിലതൊക്കെ ടഫായിട്ടുണ്ട്. എന്തായാലും പരീക്ഷകൾ കഴിഞ്ഞ് നിങ്ങൾ ഇനി അടുത്തത് കടക്കാൻ പോകുന്നത് പുതിയൊരു കോഴ്സിലോട്ടൊന്നുമല്ല, നിങ്ങളുടെ ഈ കോഴ്സിന്റെ തന്നെ സെക്കൻഡ് ഹാഫ് ആയിട്ടുള്ള +2ലേക്കാണ്. ഇവിടെ പല വിദ്യാർത്ഥികൾക്കും പാളുന്ന അല്ലെങ്കിൽ വിഷമമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എങ്ങനെ ശ്രദ്ധിച്ചാൽ മാറ്റാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ എക്സാമുകൾ ടഫായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, അതിൽ പേടി വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഫൈനൽ റിസൾട്ടും ഇനി അങ്ങോട്ടുള്ള മാർക്കുകൾ, ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വരുന്നത് നിങ്ങളുടെ ക്യുമുലേറ്റീവ് മാർക്ക്, +1ലും +2ലും ചേർന്നുള്ള മാർക്ക് സ്റ്റേറ്റ് സിലബസുകാർക്കാണെങ്കിൽ 1200 എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ മാർക്ക് കുറഞ്ഞെങ്കിൽ പോലും ഇനി അങ്ങോട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്? +2ൽ അതേ വിഷയത്തിൽ നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് ടോട്ടൽ മാർക്ക് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് ആ വിഷയത്തിന് മാർക്ക് ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സയൻസ് സ്ട്രീമിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതാൻ നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ PCM ഉൾപ്പെടെയുള്ള സബ്ജക്ട്സിന്റെ മാർക്ക് എടുക്കുന്നത് +1ൽ നിന്നല്ല, +2ന്റെ ഫിസിക്സ് കെമിസ്ട്രി മാർക്കാണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല, കൃത്യമായിട്ടുള്ള സമയമുണ്ട്. പക്ഷെ പലർക്കും തെറ്റിപ്പോകുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ +1ൽ നല്ലതായിട്ട് എളുപ്പമുള്ള വിഷയങ്ങൾ നിങ്ങൾ +2ൽ നന്നായിട്ട് ഉഴപ്പാനുള്ള സാധ്യത പലരിലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ +2ൽ കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടാതാവുകയും ഇതിന്റെ റിവേഴ്സ് ഓർഡർ സംഭവിച്ച് അവസാനം മാർക്ക് വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗ്രേഡുകൾ കിട്ടാത്ത അവസ്ഥയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ വിഷയങ്ങളാണ് കൃത്യമായിട്ട് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഏതെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞെടുക്കുകയും അത് പിന്നീട് +2 പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫോളോ അപ്പ് പോലും ചെയ്യാൻ പറ്റാതെ വെറുതെ പൈസ അങ്ങോട്ട് അടച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഈ വർഷവും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ പണി പേടിക്കരുത്. കൃത്യമായിട്ട് താൻ പഠിച്ച് ഇംപ്രൂവ് ചെയ്താൽ മാർക്ക് കൂടുമെന്ന് മനസ്സ് പറയുന്ന ഉറപ്പുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് അത് മിക്കവാറും അടുത്ത വർഷവും +2ന്റെ കൂടെ തന്നെയായിരിക്കും ഇംപ്രൂവ്മെന്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു വർഷവും പഠിച്ചതെല്ലാം ഓർമ്മയിലിരിക്കുന്ന തരത്തിൽ സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അവസാനത്തെ 2, 3 ഒരാഴ്ചയും കൊണ്ട് ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിച്ച് എഴുതാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മാർക്ക് ഇൻക്രീസ് ഉണ്ടാകണം എന്നില്ല. ഇനി +2ന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? പ്രാക്ടിക്കലി കൂടി വരുന്ന, അതായത് റെക്കോർഡ്, പല കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ടൈമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ +2ലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ +1 വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത്, ഉഴപ്പാനുള്ള അവസരം കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് റെക്കോർഡ് എഴുത്ത്, പിന്നീട് ഈ രീതിയിലുള്ള അല്ലറ ചില്ലറ ഒരുപാട് പണികൾ വരും. ആ സമയത്ത് പഠനത്തിൽ നിന്ന് ഫോക്കസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഗ്രേസ് മാർക്കുകളെല്ലാം ആഡ് ചെയ്യാൻ പോകുന്നത് +2ലാണ്. ഇപ്പോൾ NCC ആയിക്കോട്ടെ, സ്കൗട്ട് ആയിക്കോട്ടെ, NSS ആയിക്കോട്ടെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ +1ൽ ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി +2ൽ തന്നെ അഡീഷണൽ ആയിട്ട് ഗ്രേസ് മാർക്ക് മേടിക്കാനുള്ള കലോത്സവം, ശാസ്ത്രോത്സവം, ഒരുപാട് സാധ്യതകളും നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇനി അടുത്ത വർഷത്തെ ഫോക്കസ് ആയിരിക്കണം. ഇപ്പോഴത്തെ പരീക്ഷകൾ പാടാകുന്നതോ എളുപ്പമാകുന്നതോ സ്റ്റിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, പോസിറ്റീവ്. ആ മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോവുക. അപ്പോൾ പരമാവധി വ്യക്തികളിലേക്ക് ഷെയർ ചെയ്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം തരുന്നു. ബൈ.